തെരുവോരങ്ങളില് കർത്താവിൻ്റെ സുവിശേഷമായി ശബ്ദമായി മാറുന്ന വലിയൊരു ജനശബ്ദമാണ് ഇവിടെ ഒരുമിച്ചുകൂടി ഈ തലയാടങ്ങാടിയിൽ ഇവിടെ ആയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, കർത്താവായ യേശുവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിനോടനുബന്ധിച്ച് 10 ദിവസം തുടർച്ചയായി കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നിരന്തരം യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെട്ട് സഭയുടെ ഉത്ഭവമായ ആ ദിനത്തിൻ്റെ ആഘോഷമായ പരിശുദ്ധാത്മാവിൻ്റെ ആഗമന ദിനം, പെന്തക്കോസ്ത് ദിനത്തിൻ്റെ ആഘോഷത്തിൽ ഈ തലയാട് ദൈവം അതിൻ്റെ ആഘോഷത്തിനായി തിരഞ്ഞെടുത്തതിൽ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഏറെ സ്നേഹിക്കുന്ന, ഏറെ ബഹുമാനിക്കപ്പെടുന്ന ശ്രീ EM പോൾ അവറുകള്, അതുപോലെ ശ്രീ മനോജ് പൊട്ടനാനിയില്, അതുപോലെ ശ്രീ കട്ടിപ്പാറയിലെ ശ്രീ ജോർജ് പള്ളിയോടി, അതുപോലെ ഇവിടെ എത്തിയിരിക്കുന്ന വിശിഷ്ടരായ എല്ലാ പ്രമുഖ വ്യക്തികളെയും ഏറെ സ്നേഹത്തോടെ ഓർമ്മിക്കുന്നു. ഈ ആരൊക്കെ വന്നോ എന്ന് എനിക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിൽ ഈ കൂട്ടായ്മയിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശ്രീ അഗസ്റ്റി പഴിക്കക്കുടം, അതുപോലെ തുടങ്ങിയുള്ള എല്ലാ പ്രമുഖ വ്യക്തികളെയും ഓർത്തുകൊണ്ട്, പ്രിയമുള്ളവരെ, ഈ ദിനം ദൈവത്തിൻ്റെ കൃപാവരത്തിനും അനുഗ്രഹത്തിനും കാരണമാകട്ടെ എന്ന് നാം പ്രാർത്ഥിക്കുകയാണ്. ഈ തലയാടങ്ങാടി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടി ദൈവം തിരുമനസ്സായി ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടതാണ് ഈ തലയാടങ്ങാടിയിൽ. കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം അരുളി ചെയ്തു: തൻ്റെ ശിഷ്യന്മാരെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ടപ്പോൾ ശിഷ്യന്മാരെ അനുഗ്രഹിച്ചുകൊണ്ട് കർത്താവ് സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടു. എന്നാൽ കർത്താവ് അതിനു മുമ്പ് അവരെ ചുമതലപ്പെടുത്തിയ വലിയൊരു കാര്യമുണ്ട്: നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും എന്റെ സുവിശേഷം പറയണം എന്ന് പറഞ്ഞാൽ, ലോകത്തിലുള്ള ഭൂമിയിൽ, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സർവാധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി സർവ സൃഷ്ടികളോടും സകല മനുഷ്യരോടും ഈ രക്ഷയുടെ സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് കർത്താവ് ചുമതലപ്പെടുത്തി. കർത്താവായ യേശു ചെയ്ത അതേ ദൗത്യമാണ് ഈ തിരുവോരങ്ങളിലും പട്ടണങ്ങളിലൂടെയും കർത്താവിന്റെ സത്യസുവിശേഷം, രക്ഷാവചനം പ്രഘോഷിക്കുക വഴി കർത്താവ് ഇസ്രായേലിൽ ചെയ്ത, ജെറുസലേമിൽ ചെയ്ത അതേ പ്രവൃത്തിയാണ് നാം ചെയ്യുക. അവൻ തിരുവോരങ്ങളിലും വഴിയോരങ്ങളിലും എല്ലാം രക്ഷയുടെ സുവിശേഷം പറഞ്ഞു: മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പോ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ പങ്കുവഹിക്കുന്ന, പങ്കാളിയാകുന്ന ഇവിടെയുള്ള ഓരോ തെരുവചന പ്രഘോഷകരും സുവിശേഷ ശുശ്രൂഷകരും ദൈവത്തിന്റെ കയ്യൊപ്പ് പതിക്കപ്പെട്ടവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരുമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, ഇന്ന് ലോകത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കർത്താവിന്റെ സുവിശേഷം പ്രഘോഷിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, നവീകരണ മുന്നേറ്റത്തിന്റെ ഉത്ഭവം, അതിന്റെ ആരംഭം അമേരിക്കയിൽ അനവധി വർഷങ്ങൾക്ക് മുമ്പ് വിദ്യാർത്ഥികളായ സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആവസിച്ച് ആ ചൈതന്യമാണ് നവീകരണമായി ലോകം മുഴുവനിലും ആഞ്ഞടിച്ച് കേരള സഭയിലും അതിന്റെ അലയൊലിയാണ് മാറ്റൊലിക്കൊണ്ടത്. അതിന്റെ ഭാഗമായിട്ട് ക്രൈസ്തവരിൽ വലിയ മുന്നേറ്റമാണ്, മാനസാന്തരത്തിന്റെ അനുഭവമാണ് ഈ നവീകരണ മുന്നേറ്റം വഴി സംഭവിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അത് അവിടെ നിർത്താനല്ല, മറിച്ച് ഈ ലോകത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ നവീകരിക്കാനും യേശുവിന്റെ രക്ഷയുടെ സുവിശേഷം പ്രഘോഷിക്കപ്പെടാൻ വേണ്ടിയാണ്
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ യുവാക്കൾ, ഈ അമേരിക്കയിലെ ഈ സർവകലാശാലയിലുള്ള യുവാക്കളിൽ അവർ ശക്തിയായി ആവസിച്ചത് അത് കേരള സഭയിലും എല്ലായിടത്തും ആവസിച്ച് ശക്തമായി നിൽക്കുകയാണ്. ഈ നവീകരണം ലോകം മുഴുവനും വ്യാപിക്കണം. ഒരു മനുഷ്യൻ പോലും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണം എന്നതാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആഗ്രഹം. അതിനു വേണ്ടിയാണ് അവൻ തന്റെ അവസാനത്തുള്ള രക്തം വരെ ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും പാപ പരിഹാര ബലിയായി ചിന്തപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ സത്യ സുവിശേഷം ലോകത്തോട് മുഴുവനും പറയേണ്ട സ്ഥാനത്ത് ദേവാലയങ്ങളിലും ധ്യാന കേന്ദ്രങ്ങളിലും മാത്രം സുവിശേഷം പറഞ്ഞാൽ ഏതാനും ചില ആളുകൾ മാത്രം സുവിശേഷം കേൾക്കും. അതുപോരാ, ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരും ദൈവം സ്നേഹിക്കുന്നവരാണ്. ദൈവത്തിന് തള്ളിക്കളയാനായി ഭൂമിയിൽ ഒരു മനുഷ്യനില്ല. താമരശ്ശേരി രൂപതയുടെ പരിധിയിൽ 64 ലക്ഷം 70 ലക്ഷം ജനങ്ങളുണ്ടെങ്കിൽ 6 ലക്ഷം മാത്രമാണ് ക്രൈസ്തവരായിട്ടുള്ളത്. യേശുവിന്റെ രക്ഷാകരമായ ദൗത്യത്തിൽ പിന്തുടരുന്നവരും യേശുവിനെ അറിഞ്ഞവരും. ബാക്കി 64 ലക്ഷം ജനത്തെ ദൈവം സ്നേഹിക്കുന്നുവെന്നും അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അവരോടെല്ലാം യേശു വഴി മാത്രമേ ലോകത്തിൽ സകല മനുഷ്യർക്കും രക്ഷയുള്ളൂ എന്നും മനുഷ്യവംശത്തിന്റെ പാപത്തിന്റെ പരിഹാര ബലിയർപ്പിച്ച ഏക ദൈവം യേശുവാണെന്ന് വിളംബരം ചെയ്യാനായിട്ട് പരിശുദ്ധാത്മാവ് അമേരിക്കയിലെ സർവകലാശാലയിൽ വിദ്യാർത്ഥികളിൽ പ്രവഹിച്ച ആത്മശക്തിയായി അത് ഒഴുകിയെത്തിയെങ്കിൽ ഇന്ന് അത് ചെടിയും ഇലയും തണ്ടുമായി മുരടിച്ചു നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് ഈ തെരുവിൽ വചനം പറയുന്നവർ അതിന്റെ കതിരായി മാറുകയാണ്. പ്രിയമുള്ളവരെ, ദൈവമഹത്വമാണ് നാം എവിടെയും പ്രതീക്ഷിക്കപ്പെടുക. ഞാൻ ഇത് പറയുമ്പോൾ ഞാൻ വളരെ സന്തോഷമുണ്ട്. എന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയതിൽ ആനന്ദിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. കാരണം ദൈവത്തിന്റെ സത്യ സുവിശേഷം ജീവനുള്ള വചനം പ്രഘോഷിക്കാൻ എനിക്ക് ദൈവം അവസരം നൽകിയിരിക്കുകയാണ്. ഈ തലയാട്ടിലുള്ള എല്ലാ കുടുംബങ്ങളിലുള്ള ഓരോ വ്യക്തികൾക്കു വേണ്ടി ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുകയാ. ഈ ദേവാലയത്തിലെ 100-300 വീട്ടുകാർ ഉൾപ്പെടുന്ന ഈ ഇടവക സമൂഹത്തിന്റെ അധികാരി ആയിരിക്കുന്ന ജോസ് വടക്കേടത്ത് അച്ഛനു വേണ്ടിയും ഇവിടെയുള്ള മഠത്തിലുള്ള മദറിന് വേണ്ടി സിസ്റ്റർമാർക്ക് വേണ്ടി ഉൾപ്പെടെയുള്ള ഇവിടെയുള്ള എല്ലാ ക്രൈസ്തവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം ഈ തലയാട് ഇടവക മേഖലകളിൽ വന്നു നിറയാൻ, വലിയൊരു ആത്മീയ മുന്നേറ്റം ഇവിടെ ഉണ്ടാകാൻ, അതുവഴി സുവിശേഷത്തിന്റെ വലിയ വാതയാനങ്ങൾ തുറക്കപ്പെടാനായിട്ട് ദൈവത്തിന്റെ വലിയ ഇടപെടൽ ഉണ്ടാകട്ടെ. ഇത് വലിയൊരു മുന്നേറ്റമായി തീരും. ഇത് കേരള സഭയിലേക്ക് ആളിപ്പടരുന്ന ഒരു അഗ്നിയായി മാറും. ഇതിനെ തടയാനോ തടഞ്ഞു നിർത്താനോ ആർക്കും കഴിയില്ല. കാരണം ഇത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും കൈയാളുന്ന കർത്താവിന്റെ കയ്യൊപ്പോടുകൂടി ചെയ്യുന്ന പ്രവൃത്തിയാണ്. മാത്രമല്ല, തിരുവമ്പാടിയിൽ കഴിഞ്ഞ 7 മാസം മുമ്പ് പിതാവായ നമ്മുടെ താമരശ്ശേരി രൂപതയുടെ അധ്യക്ഷനായ പിതാവ് ഉദ്ഘാടനം ചെയ്ത് അനുഗ്രഹിച്ചതാണ് ഈ സ്നേഹ സന്ദേശ യാത്രയും ഈ തിരുവചന പ്രഘോഷണവുമല്ല. അതിനാൽ തന്നെ ഇത് ദൈവത്തിന്റെ കയ്യൊപ്പോടുകൂടിയാണ്. ദൈവത്തിന്റെ എല്ലാ കൃപാവരങ്ങളും ഈ കൂട്ടായ്മയിലുള്ള എല്ലാ മനുഷ്യരിലും ഇവിടേക്ക് വന്നെത്തിയ ഓരോരുത്തരും അവരുടെ കുടുംബങ്ങളിലേക്കും ഈ സമയം തന്നെ ദൈവത്തിന്റെ അത്ഭുതകരമായ അനുഗ്രഹത്തിന്റെ പ്രവാഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈ തലയാട് മേഖലയിൽ വിപ്ലവകരമായ ഒരു ആത്മീയ മുന്നേറ്റത്തിന് സാഹചര്യം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇവിടെ പങ്കെടുത്ത എല്ലാവരുടെ ഹൃദയങ്ങളിൽ ആത്മാവിന്റെ വലിയ അഭിഷേകം നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് ഈ തെരുവിലെ വചന പ്രഘോഷണത്തെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ തലയാട്ടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ദൈവത്തിന്റെ സ്തുതി.